നമസ്കാരം. മലയാളി വാർത്ത ഇൻസ്റ്റയിലേക്ക് സ്വാഗതം. അമേരിക്കയുടെ ഗോൾഡൻ ഡോം എന്ന പദ്ധതി ലോകത്ത് ഏറ്റവും അധികം ചർച്ചാ വിഷയമായതും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയതുമായിട്ടുള്ള വിഷയം. എന്നാൽ അങ്ങനെ ഒരു പദ്ധതി ആവിഷ്കരിച്ച് അമേരിക്ക മുന്നോട്ട് പോകുമ്പോൾ ഇന്ത്യയിലെ പ്രതിരോധ വിദഗ്ധരടക്കം എന്തുകൊണ്ട് ഇന്ത്യക്ക് ഇത് സാധിച്ചുകൂടാ എന്നൊരു ചോദ്യം അന്നേ ഉയർത്തിയതാണ്. എന്നാൽ അതിനുള്ള കൃത്യമായ മറുപടി, പ്രത്യേകിച്ചും ഇപ്പോഴത്തെ നമ്മുടെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ എന്ന DRDO ബദൽ ഒരുക്കിയിരിക്കുകയാണ്. ഗോൾഡൻ ഡോമിന് ഇന്ത്യൻ ബദൽ. കരയിലൂടെയും ആകാശം വഴിയുമുള്ള ആക്രമണങ്ങളെപ്പറ്റി മുൻകൂട്ടി വിവരങ്ങൾ കിട്ടി പ്രതിരോധത്തിന് വേണ്ടി സജ്ജമാക്കുന്ന ഒരു സംവിധാനം തന്നെയാണ് അമേരിക്കയുടെ ഗോൾഡൻ ഡോം എന്ന് പറയുന്നത്. സമാനമായ രീതിയിൽ തന്നെ ഇന്ത്യ അത് വികസിപ്പിച്ചെടുക്കുന്നു. അതിനൊരു പേരും നൽകി കഴിഞ്ഞു. ഒപ്റ്റോണിക് ഷീൽഡ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതായത് ശത്രു നമ്മെ ആക്രമിക്കാൻ തീരുമാനിച്ച് അടുത്ത ചുവടെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ നമുക്കതിൻ്റെ വിവരം ലഭ്യമാകും. മുൻകൂട്ടി തന്നെ അതിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും. നമുക്കറിയാവുന്നതാണ്, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം ഇന്ത്യൻ തിരിച്ചടി നൽകി ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാൻ്റെ ഭാഗത്തു നിന്നുണ്ടായ പ്രകോപനങ്ങളെയൊക്കെ തന്നെ ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ എങ്ങനെയാണ് നേരിട്ടത് എന്നുള്ളത്. ഇതിനൊക്കെ തന്നെ കൂടുതൽ കരുത്തു പകരുന്നത്, അതിൻ്റെ ഒരു അഡീഷണൽ ലെയർ സെക്യൂരിറ്റി എന്ന രീതിയിൽ തന്നെയാണ് ഒപ്റ്റോണിക് ഷീൽഡിനെ ഇപ്പോൾ രൂപകൽപ്പന ചെയ്യുന്നത്. പദ്ധതി അത്യാധുനിക സാങ്കേതിക വിദ്യകളും നവീനമായ സംവിധാനങ്ങളും സമന്വയിച്ച് തന്നെയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള പിഴവും ഇതിൽ സംഭവിക്കാൻ ഇടയില്ല. എല്ലാ പഴുതും അടച്ചുകൊണ്ടുള്ള ഒരു വലിയ സുരക്ഷാ സംവിധാനമായി തന്നെ ഒപ്റ്റോണിക് ഷീൽഡിനെ മാറ്റിയെടുക്കും. നിലവിൽ DRDO വികസിപ്പിച്ച വിവിധ പ്രതിരോധ സാങ്കേതിക വിദ്യകളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തി തന്നെയായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതുവരെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾക്ക് ഒരു അഡീഷണൽ ലെയർ സെക്യൂരിറ്റി എന്ന രീതിയിൽ വിവിധ പ്രതിരോധ സംവിധാനങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും സാറ്റലൈറ്റുകളുടെയും ഒക്കെ തന്നെ ഒരു വലിയ ഹബ്ബായി, ഒരു നെറ്റ്വർക്കായി ഇത് പ്രവർത്തിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. അങ്ങനെ ഇന്ത്യക്ക് കൂടുതൽ കരുത്തുള്ള ഒരു വ്യോമ പ്രതിരോധ സംവിധാനം ഒപ്റ്റോണിക് ഷീൽഡിലൂടെ സ്വന്തമാകാൻ പോവുകയാണ്. ശത്രുവിൻ്റെ ആക്രമണങ്ങൾ കൃത്യമായി നിരീക്ഷിക്കും. ഏത് ഭാഗത്തു നിന്നും എവിടെ നിന്നും എങ്ങനെ ആക്രമണം ഉണ്ടാകുമെന്നുള്ളത് മുൻകൂട്ടി കാണും. അതിൻ്റെ അളവ് എത്രത്തോളമെന്ന് അളന്നെടുക്കും. അതിനുശേഷം അതിനെ പിന്തുടരും. വളരെ കൃത്യമായി അതിനെ ആക്രമിച്ച് പ്രതിരോധിക്കും. സാഹചര്യങ്ങൾ അനുസരിച്ച് തീരുമാനമെടുക്കാനുള്ള സൈന്യത്തെ കൂടുതൽ സഹായിക്കുന്ന രീതിയിൽ ഇത് മാറും. സൈന്യത്തിൻ്റെ സൈനിക തന്ത്രങ്ങൾ രൂപീകരിക്കാനും ശത്രുവിനെ കബളിപ്പിക്കാനും ശത്രുവിനെ വെല്ലുവിളിക്കാനും തച്ചു തകർക്കാനും ഉപകരിക്കുന്ന വിവിധോദ്ദേശ സംവിധാനം തന്നെയാണ് ഒപ്റ്റോണിക് ഷീൽഡിലൂടെ ലക്ഷ്യമിടുന്നത്. അതായത് ഈ ഒരൊറ്റ ഉപകരണത്തിലൂടെ, ഈ ഒരു സംവിധാനത്തിലൂടെ, സാങ്കേതികവിദ്യ സമന്വയിക്കുന്നതിലൂടെ സ്മാർട്ട് ഇലക്ട്രോ ഓപ്റ്റിക്കൽ ട്രാക്കിംഗ് സംവിധാനം എന്ന് പറയുന്നത് ഒപ്റ്റോണിക് ഷീൽഡിലൂടെ നമുക്ക് ശത്രുവിനെ നിലംപരിശാക്കാനായി സാധിക്കും. പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ബംഗ്ലാദേശിൻ്റെയും ഒക്കെ ഒരുപോലെ വർദ്ധിച്ചു വരുന്ന ഭീഷണികളെ ചെറുക്കാൻ ഇന്ത്യക്ക് ഈ സംവിധാനം ഏറെ അനിവാര്യമാണെന്നാണ് ഈ സാഹചര്യത്തിൽ പ്രതിരോധ വിദഗ്ധർ പറയുന്നത്. ലോക പ്രതിരോധ വ്യവസായത്തിൽ ഇന്ത്യ പുതുശക്തിയായി, ഗണ്യമായി, ഒരിക്കലും ഒഴിവാക്കാൻ സാധിക്കാത്ത ഒരു ഘടകമായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ സ്ഥാനം, നമ്മുടെ രാജ്യത്തിൻ്റെ കരുത്ത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനം. സൈനിക പ്രതിരോധ സംവിധാന മേഖലയിൽ പുതിയൊരു അധ്യായം തന്നെ ഇന്ത്യ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഡയറക്റ്റ് എനർജി ആയുധങ്ങൾ, സാറ്റലൈറ്റുകളും റഡാറുകളും ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള നിരീക്ഷണം, ലേസർ വാണിംഗ് സംവിധാനം, ഇങ്ങനെയൊക്കെ തന്നെ ഇതിനുള്ളിൽ ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ആക്രമണങ്ങളിൽ നിന്നും 180 ഡിഗ്രി തലത്തിൽ സംരക്ഷണം ഒരുക്കുന്ന വൈവിധ്യമാർന്ന പ്രതിരോധ സംവിധാനങ്ങളും ശത്രുവിൻ്റെ വിമാനങ്ങളെയും ഡ്രോണുകളെയും മിസൈലുകളെയും ഒക്കെ തന്നെ നിയന്ത്രണം ഏറ്റെടുക്കാൻ കഴിയുന്ന ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനം തുടങ്ങിയവ ഒക്കെ തന്നെ ഒപ്റ്റോണിക് ഷീൽഡിൽ ഒരുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇതൊക്കെ സമന്വയിപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരു തരത്തിലും ഇന്ത്യയുടെ മേൽ ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ ശത്രുക്കൾക്ക് സാധിക്കില്ല എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാൻ വേണ്ടി ഒരു സെൻട്രൽ കമാൻഡ് യൂണിറ്റ്, പനോരമിക് ഡിസ്പ്ലേ, ശത്രുവിൻ്റെ ആക്രമണം കണ്ടെത്തി അതിനെ നിർണ്ണയിച്ച് തിരിച്ചടിക്കാൻ കഴിയുന്ന ഒരു സംവിധാനം, ബാറ്റിൽ ഫീൽഡ് കമാൻഡ് ആൻഡ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്നിവയൊക്കെ തന്നെ ഇതിൽ ഒരുക്കും. ഏത് തരത്തിലുള്ള ആക്രമണങ്ങളായിക്കോട്ടെ അതിനെയൊക്കെ ചെറുക്കാൻ കഴിയുന്ന സംവിധാനമാണ് ഇന്ത്യ ഇനി മുന്നിൽ വെക്കാനായി പോകുന്നത്. സാധാരണ മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളുടെ സാച്ചുറേഷൻ പോയിന്റ് മറികടന്ന് ആക്രമണം നടത്താൻ ഡ്രോണുകളെയാണ് സാധാരണഗതിയിൽ ഉപയോഗിക്കാറുള്ളത്. ഏറ്റവും കുറഞ്ഞ ഉപരിതലത്തിലൂടെയൊക്കെ തന്നെ പറന്നെത്തുന്നത് കൊണ്ട് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ കണ്ണു വെട്ടിക്കാനായി സാധിക്കും. എന്നാൽ ഇനി ഇങ്ങനെ ഒന്നും തന്നെ സംഭവിക്കില്ല എന്നുള്ളതാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഏറ്റവും സവിശേഷമായൊരു ഘടകം. അങ്ങനെ താഴ്ന്നു പറന്നെത്തുന്ന ഡ്രോണുകളെ പോലും കൃത്യമായി തിരിച്ചറിയാനും ആക്രമണം നടത്താനും ഇതിന് തടയാനുമായി സാധിക്കുമെന്നുള്ളതാണ് സവിശേഷത. ഓപ്പറേഷൻ സിന്ദൂറിൽ ആകാശ് തീർ എന്ന ഒരു സംവിധാനം ഇന്ത്യ ഉപയോഗിച്ചിരുന്നു.
അടിസ്ഥാനമാക്കി ഇന്ത്യയുടെ ചെറുതും വലുതുമായിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ആകാശത്തീറുമായി സംയോജിപ്പിച്ചിരുന്നു, അങ്ങനെ പ്രവർത്തിപ്പിച്ചിരുന്നു. അതിൻ്റെ അടുത്ത തലമുറയായി തന്നെയാണ് അതിൻ്റെ ഏറ്റവും സവിശേഷമായ ഒരു അപ്ഡേറ്റഡ് വെർഷൻ എന്ന രീതിയിൽ തന്നെയാണ് ഒപ്റ്റോണിക് ഷീൽഡിനെ നോക്കിക്കാണേണ്ടത്. ശതകോടികൾ മുടക്കി അമേരിക്ക ഗോൾഡൻ ഡോം എന്ന പേരിൽ ഇത്തരത്തിലൊരു സംവിധാനം വികസിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. നമുക്ക് അയൺ ഡോം അടക്കം ഇതിനു മുൻപ് കേട്ടിട്ടുണ്ട്. ഇസ്രായേലിൻ്റെ പ്രതിരോധ സാങ്കേതിക വിദ്യ, വ്യോമ പ്രതിരോധ സംവിധാനം, അതിൻ്റെ കണ്ണുവെട്ടിച്ച് ഒരീച്ചയ്ക്ക് പോലും പറക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. ഇന്ത്യയും സുദർശൻ ചക്ര എന്ന രീതിയിൽ S-400 വ്യോമ പ്രതിരോധ സംവിധാനത്തിൻ്റെ കരുത്ത്, റഷ്യൻ കരുത്തൻ എത്രത്തോളം പ്രവർത്തിക്കുന്നു എന്നുള്ളത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇനി ഇന്ത്യ സ്വന്തമായി തന്നെ ഇങ്ങനെ ഒരു സംവിധാനം തദ്ദേശീയമായി സാങ്കേതിക വിദ്യകളുടെ ബലത്തിൽ കുറഞ്ഞ ചെലവിൽ ഫലപ്രദമായ സംവിധാനം വികസിപ്പിക്കുന്നു. ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തുന്ന സംയുക്ത ആക്രമണങ്ങളെ ഇന്ത്യ ഇനി ഫലപ്രദമായി ചെറുക്കുമെന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൻ്റെ ഗതികളടക്കം നിരീക്ഷിച്ച് ഇനി ഭാവിയിലെ യുദ്ധതന്ത്രങ്ങൾ എങ്ങനെ ആയിരിക്കുമെന്നുള്ളത് മനസ്സിലാക്കി അതിനെയൊക്കെ തന്നെ ചെറുക്കാനും ഇനി എന്തൊക്കെ വെല്ലുവിളികൾ ഉണ്ടാകുമെന്നുള്ളത് മുൻകൂട്ടി കണ്ട് സാങ്കേതിക വിദ്യകൾ സമന്വയിപ്പിച്ച് തന്നെയാണ് ഈ സംവിധാനത്തെ ഇന്ത്യ വികസിപ്പിക്കുന്നത്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ഇത്രയും വലിയൊരു തിരിച്ചടി പാകിസ്ഥാന് നൽകുമെന്ന് സ്വപ്നത്തിൽ പോലും അവർ കരുതിയിട്ടില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ സാഹചര്യത്തിൽ പറയുന്നത്. പഹൽഗാമിൽ നിരപരാധികളെ കൊന്നത് കശ്മീരിനെ തകർക്കാനും അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒരു വലിയ കലാപമുണ്ടാക്കാനുമായിരുന്നുവെങ്കിൽ ഇന്ന് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോൾ തന്നെ പാകിസ്ഥാൻ ഞെട്ടിവിറയ്ക്കുന്ന സാഹചര്യത്തിലേക്ക് പോയിരിക്കുന്നു. പാകിസ്ഥാൻ അവരുടെ ഏറ്റവും നാണം കെട്ട ഒരു പരാജയം എക്കാലവും ഓർമ്മിക്കുന്ന ഒരു പേരായി സിന്ദൂർ മാറിക്കൊണ്ടിരിക്കുന്നുവെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. 46,000 കോടി രൂപ ചെലവിൽ ചെനാബിൽ നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും ഉയരത്തിലുള്ള റെയിൽവേ പാലത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുമ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇക്കാര്യം കൂടി എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ പ്രതിരോധ രംഗം കൂടുതൽ ശക്തമാകണമെന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ. ജമ്മു കാശ്മീരിൽ ഭീകരത പടർത്താൻ പാകിസ്ഥാൻ ശ്രമിക്കുകയാണ്. പഹൽഗാമിൽ നിരപരാധികളെ കൊന്നത് കശ്മീരിലെ വിനോദസഞ്ചാര മേഖലയെ തകർക്കാൻ ലക്ഷ്യമിട്ട് തന്നെയായിരുന്നു. ഇന്ത്യയിൽ കലാപമുണ്ടാക്കലായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട ലക്ഷ്യം. മാനവരാശിക്കും കശ്മീരിന് നേരെയുള്ള ആക്രമണമാണ് പഹൽഗാമിൽ അങ്ങനെ സംഭവിച്ചത്. സമാധാനത്തിനും വിനോദസഞ്ചാരത്തിനും പാവങ്ങളുടെ ജീവിതോപാധികൾക്കും എതിരാണെന്ന് പാകിസ്ഥാൻ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മെയ് 6-ാം തീയതി പാക് ഭീകരർക്ക് മേൽ കനത്ത നാശമാണ് നാം നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേൾക്കുമ്പോഴൊക്കെ തന്നെ അവർക്കുണ്ടായ തോൽവി തന്നെയായിരിക്കും, പരാജയ ഭീതി തന്നെയായിരിക്കും എപ്പോഴും പാക്കിൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളെ തകർത്തു എന്നുള്ള കാര്യം വീണ്ടും ആവർത്തിച്ചു പറയുന്നു. പഹൽഗാമിൽ ഭീകരാക്രമണം പാകിസ്ഥാൻ എന്തിനു വേണ്ടി നിലകൊള്ളുന്നു എന്നുള്ളത് വ്യക്തമാക്കി. ജമ്മു കാശ്മീരിലെ വികസനം തടസ്സപ്പെടുത്താൻ ആരെയും തന്നെ ഇനി അനുവദിക്കില്ല. പാകിസ്ഥാൻ ഇന്ത്യ മറുപടി കൊടുത്തു കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ എന്ന് കേട്ടാൽ ഇനി പാകിസ്ഥാൻ ഞെട്ടി വിറയ്ക്കും. പാക് ഭീകരരുടെ താവളങ്ങൾ 22 മിനിറ്റിനകം തകർത്തു. ഭീരുക്കളായ പാകിസ്ഥാൻ അതിർത്തി ഗ്രാമങ്ങളെയാണെന്നാൽ ആക്രമിക്കാൻ പിന്നീട് തയ്യാറായത്. ക്ഷേത്രങ്ങളെയും മസ്ജിദുകളെയും ഗുരുദ്വാരകളെയും ലക്ഷ്യമിട്ടുകൊണ്ട് പാകിസ്ഥാൻ ഷെല്ലാക്രമണം നടത്തി. ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഇത്തരമൊരു ആക്രമണം ഒരിക്കലും പാകിസ്ഥാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. പാകിസ്ഥാൻ ഷെല്ലാക്രമണത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലി കൊടുക്കും. ഷെല്ലാക്രമണത്തിൽ വീടുകൾ ഭാഗികമായി തകർന്നവർക്ക് 1 ലക്ഷം രൂപ കൂടി നൽകും. പൂർണ്ണമായും തകർന്നവർക്ക് 2 ലക്ഷം രൂപ കൂടി. ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രതിരോധ സംവിധാനങ്ങളെ ലോകം തന്നെ അഭിനന്ദിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. കശ്മീരിലെ ജനങ്ങൾക്ക് ഉപജീവന മാർഗമായിട്ടാണ് ടൂറിസത്തെ നോക്കിക്കാണുന്നത്. അതിനെയാണ് ഭീകരർ ലക്ഷ്യമിട്ടത്. എന്നാൽ ഇന്ത്യ ഇത്രയും ശക്തമായ തിരിച്ചടി നൽകുമെന്ന് ഒരിക്കലും അവർ കരുതിയിരുന്നില്ല. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ അവശിഷ്ടങ്ങളായി, നിലംപരിശായി, ഭസ്മമായി മാറി. അതിനുശേഷം പാകിസ്ഥാൻ കശ്മീരിലെ വീടുകൾക്കും കുട്ടികൾക്കും ആശുപത്രികൾക്കും ക്ഷേത്രങ്ങൾക്കും പള്ളികൾക്കും നേരെയാണ് ആക്രമണം നടത്തിയത്, ഭീരുക്കളെ പോലെ. അതിനുള്ള കൃത്യമായ മറുപടിയും ഇന്ത്യ നൽകുകയാണ്.